തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ ചുരുക്കി നടത്താൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മേളങ്ങളും ഘടകപൂരങ്ങളും പതിവ് പോലെ നടത്തും. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കും. തിരുവമ്പാടിക്കും പാറമേക്കാവിനും 15 വീതം ആനകൾ ഉണ്ടാകും. അതേസമയം ഇന്നും വ്യാപക തെരച്ചിലാണ് മേഖലയിൽ നടത്തിയത്. 200ഓളം പോലീസുകാരാണ് ഇന്നത്തെ തെരച്ചിലിൽ പങ്കെടുത്തത്. ചിതറിത്തെറിച്ച ചില ശരീരഭാഗങ്ങളും ഇന്ന് കണ്ടെത്തി. ഇതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പാലക്കാട്ടെ പടക്ക നിർമ്മാണശാലയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചെന്നാണ് കണ്ടെത്തൽ. പോലീസ് നടപടി പിൻവലിച്ചില്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുമെന്നാണ് ദേവസ്വത്തിന്റെ നിലപാട്. മനീഷ് ഏഷ മാത്യു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്തായാലും ഈ പരിശോധന നാളെയും തുടരാൻ തന്നെയാണ് ജില്ലാ കളക്ടറുടെ തീരുമാനം. ആ തരത്തിൽ ഇനിയും ചില സംശയങ്ങൾ ഉണ്ട്, പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ടെത്തിയ ചില ശരീരഭാഗങ്ങളുടെ ആരാണ് എന്ന കാര്യത്തിൽ ഒരു DNA പരിശോധന കൂടി നടത്തേണ്ടതും ഉണ്ട്. രുചിഷ, ഏറ്റവും ഒടുവിൽ ലഭിച്ച ശരീരഭാഗത്തിലെ തലഭാഗമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ബന്ധുക്കൾ ചില സ്ഥിരീകരണങ്ങൾ നടത്തിയെങ്കിലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല. അതിൻ്റെയും കൂടി DNA ഫലം വന്നെങ്കിൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ കളക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഗമനം. പക്ഷേ ആ ശരീരഭാഗം കണ്ടാൽ തിരിച്ചറിയാവുന്ന തരത്തിലേക്കാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 3/4 കിലോമീറ്റർ മാറിയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപകമായി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി നാളെയും തെരച്ചിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാവും. കടാവർ ഡോഗിനെയും അതുപോലെ തന്നെ പോലീസ് സേനയും ഉപയോഗിച്ച് ഇന്ന് നടത്തിയത് ഇത് സമാനമായ രീതിയിലായിരിക്കും നാളെയും തെരച്ചിൽ നടത്തുക. എങ്കിൽ മാത്രമേ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കണക്കനുസരിച്ച് 4 പേരെയാണ് ഇനിയും കാണാനുള്ളത്. അതിൽ ഒരാളുടേതാണ് ഇത് കണ്ടെത്തിയ തല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടമെന്നുള്ള നിഗമനം. അങ്ങനെയാണെങ്കിൽ 3 പേരുടെ ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ തലയടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെയുള്ള പരിശോധനകളാണ് നാളെയും എന്തായാലും തുടരുക. നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 28ഓളം വരുന്ന ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മൊബൈൽ കെയർ യൂണിറ്റിൽ ആദ്യ 2 ഘട്ടത്തിനുള്ള പരിശോധനകൾ, അതായത് DNA ആദ്യ 2 ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കും. അതിനുശേഷം അന്തിമ ഫലം വരിക തിരുവനന്തപുരത്ത് നിന്നായിരിക്കും. അതിനുവേണ്ടിയുള്ള ശരീരഭാഗങ്ങൾ ഇതിനോടകം തന്നെ അയച്ചിട്ടുണ്ട്. എന്തായാലും നാളെയും സ്ഥലത്ത് പരിശോധന തുടരുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 4 പേരെ മാത്രമേ കാണാതായിട്ടുള്ളൂ എന്നുള്ളതാണ് നിഗമനം. അങ്ങനെ 4 പേരുടെ കുടുംബാംഗങ്ങളുടെ പരാതി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുമുണ്ട്. നാളെ വീണ്ടും ഈ സ്ഥലത്ത് പരിശോധന തുടരും. എന്തായാലും നിലവിൽ ഇപ്പോൾ 10 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതിലൊരു മൃതദേഹം ഇനിയും തിരിച്ചറിയാനുണ്ട്. അത് കത്തിക്കരിഞ്ഞ നിലയിലാണ്. നാളെയും ഈ പ്രദേശത്ത് എന്തായാലും പരിശോധന തുടരും. അതിനോടൊപ്പം തന്നെ ചടങ്ങുകൾ വളരെ ലളിതമായ രീതിയിലായിരിക്കും ഇക്കുറി തൃശ്ശൂർ പൂരം നടത്തുക. അതിൽ 15 മിനിറ്റ് മാത്രമായിരിക്കും കുടമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. പക്ഷേ ഈ ആചാരത്തിന്റെ ഭാഗമായ എലിഞ്ഞിത്തറ മേളം അടക്കമുള്ള കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാതെ നടക്കും.